ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ആറന്മുള വള്ളസദ്യയുടെ വ്ളോഗ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാമെന്ന് പറയുന്നു. കുറച്ച് താമസിച്ച് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കാണ് എത്തിയത് കേട്ടോ. കാരണം നമ്മൾ തൊഴുതിട്ട് വള്ളസദ്യ തുടങ്ങുമ്പം 12:30 ആ സമയമാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ എത്തിയത്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം തൊഴുതു. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വന്നിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അന്ന് നല്ല മഴയായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇന്ന് ഒരുപാട് വള്ളസദ്യകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കരക്കാരുടെ ഒരുപാട് വള്ളങ്ങളുണ്ടായിരുന്നു, അവരുടെ വള്ളസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വള്ളസദ്യ നടക്കുമ്പം നിങ്ങൾ ആ ഷോർട്സിലും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. വള്ളസദ്യ തുടങ്ങി ലാസ്റ്റ് വരെ ഇതുപോലെ നമ്മുടെ ഓരോ കരക്കാരുടെ പറകളും അതുപോലെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അവരിതുപോലെ കീർത്തനങ്ങളൊക്കെ പാടി, വഞ്ചിപ്പാട്ടുകളൊക്കെ പാടി ആദ്യം തന്നെ ഭഗവാന്റെ മുമ്പിൽ, അതായത് നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ മുമ്പിൽ ഇതുപോലെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വള്ളസദ്യ തുടങ്ങാറുള്ളത്. അപ്പം ആ ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് നേരമുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. നമ്മൾ മറ്റുള്ള അമ്പലങ്ങളിലെ ചടങ്ങുകളെ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യസ്തമാണ്. വഞ്ചിപ്പാട്ടുകളും അതുപോലെ ഓരോരോ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഓരോ വള്ളക്കാരായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വള്ളക്കാർ വന്ന് ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വരവായി കണ്ടോ. ഇത് വേറൊരു അവരുടെ ആൾക്കാരാണ്. എല്ലാവരും ഇതുപോലെ കൊട്ടും ഘോഷവും ഒക്കെ ആയിട്ട് എഴുന്നള്ളി ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ, അതായത് അവരുടെ കരയുടെ അല്ലെങ്കിൽ അവരുടെ ആ സമൂഹത്തിൻ്റെ വള്ളസദ്യ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇത് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അന്ന് കേട്ടതും കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. ഇതിനേക്കാളൊക്കെ അറിവുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരിത് കാണുകയാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇത് കണ്ടോ, അമ്പലത്തിലെ നട തുറക്കുന്ന സമയം അടയ്ക്കുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ അവിടുന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് സമയം ഉണ്ടായിരുന്നു തൊഴാനായിട്ട്. പിന്നെ കൂടാതെ അമ്പലത്തിൽ നിന്ന് അവിചാരിതമായിട്ട് എൻ്റെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ടു. ഇതെൻ്റെ ആൻറ്റിയാണ് കേട്ടോ, ഇന്നൊരു ആൻറ്റിയാണ്, അമ്മയുടെ ഒരു കസിനായിട്ട് വരും. അപ്പോൾ ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഈ ഒരു വള്ളസദ്യക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒരുക്കി തന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻറ്റി. വീഡിയോ കാണുകയാണെങ്കിൽ ആൻറ്റിക്കും ഫാമിലിക്കും എല്ലാം ഞാൻ ഒത്തിരി താങ്ക്സ് പറയുകയാണ് ഞങ്ങൾ. കാരണം വള്ളസദ്യ കഴിക്കണമെങ്കിൽ നമുക്ക് ഈ കണ്ടോ, ഈ ഒരു റെസിപ്റ്റ് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. ടോക്കൺ വാങ്ങിയാൽ മാത്രമാണ് പറ്റുക കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കഴിച്ചത് ഇടശ്ശേരി മല പള്ളി ഓടത്തിൻ്റെ വള്ളസദ്യ ആയിരുന്നു. അപ്പോൾ ആൻറ്റി അത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ആൻറ്റിയും കൂട്ടി പോയിട്ടാണ് നമ്മൾ വള്ളസദ്യക്ക് പോയത് കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, ഇത് എല്ലാം എക്സാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിൻ്റെ പാട്ടുകളും വഞ്ചിപ്പാട്ടുകൾ അവർ പാടുന്നതും ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് പാടുന്നതെല്ലാം അതിൽ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ വള്ളസദ്യ. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എത്ര പറഞ്ഞാലും മതിയായിരിക്കില്ല. കാരണം നമ്മുടെ ഒരു സംസ്കാരം എത്ര ഒരു എന്താ പറയുക വൈവിധ്യമാർന്നതാണെന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും ഈ ഒരു വള്ളസദ്യയൊക്കെ കൂടുമ്പം. മറ്റുള്ള ആചാരങ്ങളെ അപേക്ഷിച്ച് ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ ആദ്യമായിട്ടാണ്, കാരണം എൻ്റെ കുഞ്ഞിലെയൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ വള്ളസദ്യ. അമ്മയൊക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു. അമ്മയുടെ നാട് അമ്മൂമ്മയുടെ നാടൊക്കെ ആറന്മുള അമ്പലത്തിന് മുമ്പ് തന്നെയാണ് റിലേറ്റീവ്സൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ അമ്മ പോയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു. അപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ കേൾവി മാത്രമുള്ളൊരു കാര്യം നമുക്ക് അനുഭവിക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ കാര്യമല്ലേ. ഞാനത് ഒത്തിരി എൻജോയ് ചെയ്തു, ഞാനും എൻ്റെ ചേട്ടനും ഹസ്ബൻഡും. ഞങ്ങൾക്കതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അതിൽ 64 വിഭവമാണ് വള്ളസദ്യക്കുള്ളത്. ഇതിൽ ഓരോ വിഭവങ്ങൾക്കും പാട്ട് പാടിക്കൊണ്ടാണ്, അതായത് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് ഇത് കൊണ്ടുപോവാ അത് കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴേക്ക് ആണ് ഇത് ആരാണോ നടത്തുന്നത് അവർ കൊണ്ടുവരും. പിന്നെ ഭഗവാൻ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി പറയുന്നത്, ഒരാൾക്ക് പോലും അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം അവരെന്ത് ചോദിക്കുന്നോ അത് അവിടെ എത്തണം എന്നുള്ളതാണ് ഭഗവാൻ, അതായത് പാർത്ഥസാരഥി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 64 കൂട്ടം വിഭവങ്ങൾ. അപ്പം പ്രത്യേകിച്ച് ഇവർ പള്ളിയോടക്കാരാണ് പ്രധാനമായിട്ട് അവിടെ ഇരിക്കുക. അവർ പാട്ട് പാടും. നറുനെയ്യ് കൊണ്ടുപോവാ, നറുവെണ്ണ കൊണ്ടുപോവാ, പായസം കൊണ്ടുപോവാ, പഴം കൊണ്ടുപോവാ, മോര് കൊണ്ടുപോവാ, തേൻ കൊണ്ടുപോവാ, അങ്ങനെ എല്ലാ സാധനങ്ങളും. അങ്ങനെ കരിമ്പ് 64 വിഭവങ്ങളാണ് ഇതിനുള്ളത്, നിങ്ങൾ അറിയായിരിക്കും.
അപ്പോൾ പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വള്ളസദ്യ കഴിക്കാൻ തുടങ്ങുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അമ്പലത്തിനകത്തല്ലായിരുന്നു, NSS കരയോഗ മന്ദിരത്തിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ വള്ളസദ്യ ഉണ്ടായിരുന്നത്. എല്ലാം ഒരുപോലെ തന്നെയാണ് ചടങ്ങുകളൊക്കെ. അപ്പോൾ ഫസ്റ്റ് പങ്ക്തിയിലിരിക്കുമ്പോഴാണ് ഈ ചടങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിലായതുകൊണ്ട് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇതാണ് വള്ളസദ്യ. ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ കൂട്ടങ്ങളും കരിമ്പ്, പപ്പടം, പലതരം 4 തരം പപ്പടം ഉണ്ടായിരുന്നു. പഴം, അച്ചാർ, അവിയൽ, ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, എള്ളുണ്ട, അതുപോലെ ശർക്കര ഉപ്പേരി, ചേന ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വള്ളസദ്യയുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ബൈ, ടേക്ക് കെയർ.